Hi all. Hi. I am. No, I really don't matter here. I'm here to speak about the word of God. നമ്മളെല്ലാവരും ബൈബിള് വായിക്കുന്നവർ അല്ലേ? ചിലർ വായിച്ചു പോകും, ചിലർ ഒരു ചടങ്ങെന്ന രീതിയിൽ, പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ചടങ്ങെന്ന രീതിയിൽ വായിച്ചു പോകുന്നവർ. നമ്മളിൽ എത്ര പേര് ഇതിനെ ഒരു ആഹാരമായി കണക്കാക്കിയിട്ടുണ്ട്? സത്യവേദ പുസ്തകം ഒരു ആഹാരമായി കണക്കാക്കിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ ശരീരത്തിന് ആഹാരം വേണം, അതുപോലെ സ്പിരിച്വൽ ലൈഫിന് ഒരു സ്പിരിച്വൽ ഫുഡ് വേണം. അതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചനം ജീവനുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് ബൈബിള് വായിച്ചിട്ടുള്ള വ്യക്തിയാണ്. പഴയ നിയമം പുതിയ നിയമം മുഴുവനായി വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആദ്യത്തെ വട്ടം ഒരു കൗതുകത്തിനായിട്ട് വായിച്ചു തുടങ്ങിയതാണ്. കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ബൈബിൾ മുഴുവനെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് വായിച്ചാൽ എന്താ? പൊതുവേ എനിക്ക് വായന ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആദ്യത്തെ വട്ടം വായിച്ചത് എന്നെ നമ്മൾ ചെറുപ്പത്തിലായിരുന്നു, ഒരു 20s ആയിരുന്നു വായിച്ചത്. അന്ന് എനിക്ക് അത്ര കാര്യമായിട്ട് തോന്നിയില്ല. ജസ്റ്റ് റെഡ് ത്രൂ. അതാണ് ഒരു ചടങ്ങെന്ന പോലെ വായിക്കാൻ വേണ്ടി വായിച്ചു എന്നുള്ളത്. കഴിഞ്ഞ കൊല്ലം മുതൽ ഞാൻ റെഗുലറായിട്ട് സ്റ്റഡി ചെയ്യാൻ തീരുമാനിച്ചു. പ്രയാസമായിരുന്നു ഫ്രം ദി ബിഗിനിങ്. ആദ്യമേ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പഴയ നിയമം തൊട്ടിങ്ങോട്ട് വായിച്ചു പോകുന്നു. ഒരു കഥ പോലെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി പോലെ വായിച്ചു പോകും. പോകെ സ്റ്റോറിയുടെ മട്ടും മാതിരിയെല്ലാം മാറിയപ്പോഴത്തേക്ക് ഒരു ഉണർവ് എനിക്ക് കിട്ടി. ദൈവവചനം എന്നിൽ ഉളവാക്കിയ ചേഞ്ചസ് ഭയങ്കര അപ്രീഷ്യബിളായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു ഭക്ഷണമായി എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്നത് വളരെ വണ്ടറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ബുക്ക് ദാറ്റ്സ് പ്രിൻറ്റഡ്. ഇറ്റ് ഈസ് എ ഫയർ. ഒരു തീയാണത്. നമ്മുടെ ആത്മാവിനെ ദഹിപ്പിക്കാൻ കഴിവുള്ളൊരു തീയാണ്. നമ്മളിലുള്ള അഹംഭാവത്തെ, നമ്മളിലുള്ള ജലസി, തിന്മകൾ, ദുഷ്ടചിന്തകൾ എല്ലാം ദഹിപ്പിക്കാൻ കഴിവുള്ളൊരു തീയാണ് ഇതിന്. ജീവനുള്ള വചനമാണ്. നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ പറഞ്ഞില്ലേ, പോകെയാണ് ഞാൻ അതിൻ്റെ അറിഞ്ഞത്, അതിൻ്റെ തീക്ഷ്ണത അറിഞ്ഞത്, ഓരോ വാക്കും പിന്നെ എനിക്ക് കേൾക്കാൻ തുടങ്ങി. ഞാൻ വായിക്കുമ്പോൾ തന്നെ അതെനിക്കൊരു ശബ്ദമായി എൻ്റെ ഉള്ളിൽ മുഴങ്ങാൻ തുടങ്ങി. വായിക്കാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചടങ്ങിനായി മാത്രം വായിച്ചു പോകുന്നവർക്ക് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലൊന്ന് പറയുക. നിങ്ങളൊരു ആഹാരം പോലെ ഒന്ന് വായിച്ചു നോക്കിക്കുക. നമ്മൾ ആഹാരം വിശക്കുമ്പോൾ ഫുഡ് കഴിക്കും, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും. സ്പിരിച്വലായിട്ടുള്ള വിശപ്പും ദാഹവും എപ്പോഴാണ് വരുന്നത്? ചിലർക്കത് പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും, പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മൾ ഓടാൻ ശ്രമിക്കും. അതിന് പ്രശ്നങ്ങൾക്ക് വേണ്ടി നാം വെയിറ്റ് ചെയ്യണം, അല്ലേ? ചിലർക്ക് ഓടാൻ അതല്ല. നമുക്ക് വിശപ്പും ദാഹവും ഇല്ലാത്ത സമയത്ത് നമ്മൾ ആഹാരം കഴിക്കാൻ പറയും. കാരണം നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അല്ലേ? അതേപോലെ നമ്മുടെ മനസ്സിൽ, അതായത് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ സസ്റ്റെയിനൻസ് വേണമെങ്കിൽ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുക, അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. സയൻറ്റിഫിക് സ്റ്റഡീസും നടന്നിട്ടുണ്ട്. ഒരു ദിവസം ഇത്ര മണിക്കൂർ, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഇത്ര ദിവസങ്ങൾ ബൈബിള് വായിക്കുന്നതിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്നവരിൽ 42% റിഡക്ഷൻ ഇൻ ദിയർ ആങ്കർ, അഡിക്ഷൻസ്, 60% റിഡക്ഷൻ ഇൻ ദിയർ അഡിക്ഷൻസ്. അതെന്തോ ആയിക്കൊള്ളട്ടെ,
ആൽക്കഹോൾ ആവാം, ഡ്രഗ്സ് ആവാം, പോണാകാം, അങ്ങനെയുള്ള അഡിക്ഷൻ 60% വരെ കുറവ് വരുന്നുണ്ട്. ഇത് സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ചിന്തകളെ അത് വാർത്തെടുത്ത് നേർവഴിയിലോട്ട് തിരിക്കുന്നതാണ്. കാരണം ബൈബിളിലുള്ള വചനങ്ങൾ ഒരു തീ പോലെ നമ്മുടെ ഉള്ളിൽ കത്തുമ്പോൾ നമുക്ക് പിന്നെ ആവില്ല വേറൊരു രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും. പോലെ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇസ് ഇമ്മെൻസ്. അത് ബാക്കിയുള്ളവരിലേക്ക് സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് പകരാനും സാധിക്കും. കാരണം നമ്മൾ നന്നാവുമ്പോൾ, നമ്മൾ സറ്റിലാവുമ്പോൾ അത് പ്രതിഫലിക്കും. നമ്മുടെ വാക്കിലും നോട്ടത്തിലും പ്രവർത്തനത്തിലെല്ലാം ദൈവസ്നേഹം നമ്മളിൽ നിന്ന് റിഫ്ലക്റ്റ് ആവും. ഗോഡ്സ് ലവ് ഷൈൻസ് ഓൺ us ആൻഡ് വി റിഫ്ലക്റ്റ് ദ ലവ് ടു ഹ്യൂമാനിറ്റി. നമ്മളിലൂടെ കർത്താവിനെ അറിയുവാൻ ബാക്കിയുള്ളവർക്ക് ഏതെങ്കിലും ഒരാൾക്ക് സാധിച്ചാൽ മതി. അത് ദൈവത്തിൽ അന്നേരം ഉയരുന്നത് ഞാനല്ല, ഞാനോ കുറയണം, അവനോ വളരെയണം. യോഹന്നാൻ പറഞ്ഞാണ്, ഞാൻ മുഖാന്തരം എൻ്റെ കർത്താവിനെ ഒരാളറിഞ്ഞു, ഞാൻ വഴി എൻ്റെ കർത്താവിൻ്റെ നാമം ഒരാൾ കൂടെ വിളിക്കുന്നു. അത് നമുക്കല്ല അവിടെ പുകഴ്ചയുള്ളത്, കർത്താവിനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ജോലി തിരക്ക്, സമയക്കുറവ്, ഇതിനൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണാൻ, ഒരു റീൽ കാണാനായിരിക്കും എടുത്തേക്കുന്നത്. എത്ര മിനിറ്റ് നമ്മളതിൽ ചിലവാക്കുന്നുള്ളത് നമുക്കിപ്പം തന്നെ അറിയാൻ പറ്റുമല്ലോ. ഫോൺ നോക്കുമ്പോഴത്തേക്ക് യൂസേജ് ടൈം അറിയാം. അതിൻ്റെ ഒരു ഹാഫ് ടൈം വേണ്ട ടു റീഡ് 1 chapter ഓഫ് ദ ബൈബിൾ. എൻ്റെ ഒരു സജഷൻ എന്നുള്ളത് പുതിയ നിയമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതും യോഹന്നാൻ്റെ സുവിശേഷം. അവിടെയാണ് കർത്താവിൻ്റെ കൂടുതലും കർത്താവിൻ്റെ മിറക്കിൾസ്, കർത്താവിൻ്റെ പാരബിൾസും കാര്യങ്ങളും. The way he taught, the way the Lord taught us, it is neatly and precisely given in the book of John. ബാക്കി സുവിശേഷങ്ങളിലുണ്ട്, പക്ഷേ ഇത് ഫോർ എ ബിഗിനർ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു സ്റ്റാർട്ട് ഫ്രം ജോൺ, സെയിൻറ്റ് ജോൺ, ബുക്ക് ഓഫ് ജോൺ. അപ്പോൾ ഇന്ന് മുതലാണ് വായിക്കാത്തവർ, വായിക്കാൻ ആഗ്രഹമുള്ളവർ, എങ്ങനെ വായിക്കാൻ അറിയില്ല എന്നറിയുന്നവർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.